നിറത്തിന്റെ അധിക്ഷേപം നേരിട്ട RLV രാമകൃഷ്ണന് പിന്തുണയുമായി സ്ഥാനാർത്ഥികൾ. 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ പിന്തുണയറിയിച്ച് ചാലക്കുടിയുടെ വീട്ടിൽ നേരിട്ടെത്തി. വിവാദങ്ങൾക്കിടെ LDFന്റെ തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ RLV രാമകൃഷ്ണൻ പങ്കെടുത്തു. തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ വിഷയമായി മാറുകയാണ് RLV രാമകൃഷ്ണനെതിരായ അധിക്ഷേപ പരാമർശം. രാവിലെ ഇടതു സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥാണ് ആദ്യം രാമകൃഷ്ണന്റെ വീട്ടിലെത്തിയത്. ഇടതു രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന RLV രാമകൃഷ്ണൻ പ്രൊഫസർ C രവീന്ദ്രനാഥിന് മുന്നിൽ പൊട്ടിക്കരഞ്ഞു. പിന്നാലെ UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ. BJP പരിപാടികളിൽ സത്യഭാമ പങ്കെടുക്കുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്നുണ്ടെങ്കിലും ചാലക്കുടിയിലെ NDA സ്ഥാനാർത്ഥിയും സത്യഭാമയ്ക്കെതിരെ രംഗത്തെത്തി. ഡോക്ടർ RLV രാമകൃഷ്ണനെ പോലുള്ള ആളുകൾ കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്ത് നല്ല സാന്നിധ്യമാണ്. പ്രത്യേകിച്ച് കലാഭവനിയുടെ സഹോദരനാണ് അദ്ദേഹം. അപ്പോൾ കലാരംഗത്ത് എന്ന് മാത്രമല്ല ഏതൊരു രംഗത്തായാലും മനുഷ്യനെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ഈ കേരളത്തിൻ്റെ മണ്ണിൽ അത് അനുവദിക്കാൻ സാധിക്കുന്നതല്ല, ഉണ്ടാകാനും പാടില്ലാത്തതാണ്. ഇതിനിടെ LDFന്റെ തെരഞ്ഞെടുപ്പ് പരിപാടിയിലും RLV രാമകൃഷ്ണൻ പങ്കെടുത്തു. മന്ത്രി K രാജൻ നയിക്കുന്ന ഒല്ലൂർ വികസന സന്ദേശജാഥയുടെ ഉദ്ഘാടന വേദിയിലാണ് എത്തിയത്. കലാമണ്ഡലത്തിൽ അരങ്ങേറ്റം നടത്താൻ അവസരമൊരുക്കിയ സർക്കാരിനും SFIക്കും നന്ദിയുണ്ടെന്ന് RLV രാമകൃഷ്ണൻ പറഞ്ഞു. ഇവിടെ ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ വികസന ജാഥയുടെ ഉദ്ഘാടന വേദിയിൽ എന്നെ ആദരിക്കപ്പെടുമ്പോൾ ഞാൻ അറിഞ്ഞ സന്തോഷം, കാലങ്ങളായി ഞാൻ കാത്തിരുന്ന കേരള കലാമണ്ഡലത്തിന്റെ കൂത്തമ്പലത്തിൽ ചിലങ്ക കെട്ടാൻ ഒരു അവസരം കൈവന്നിരിക്കുന്നു എന്നുള്ളതാണ്. അവിടുത്തെ SFI വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് അങ്ങനെ ഒരു വേദി ഒരുക്കിയത് എന്നുള്ളതും വളരെ സന്തോഷം തരുന്ന കാര്യമാണ്. തിങ്കളാഴ്ചയാണ് കലാമണ്ഡലത്തിൽ രാമകൃഷ്ണന് വേദി ഒരുങ്ങുക. 24 കൊച്ചി.